ഭൂമിയിലെ ഏറ്റവും അപകടകാരിയായ ഏറ്റവും മാരകമായ വൈറസിലൊന്ന് ഒരു കപ്പലിൽ ഒരു സമുദ്രമേഖലയിലാകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വാർത്ത നിങ്ങൾ കേട്ടുവരുന്നു. അതായത് 149 യാത്രക്കാരടങ്ങുന്ന ഒരു കപ്പലിലാണ് ഈ വൈറസ് ബാധ കണ്ടെത്തിയിരിക്കുന്നത്. ഹാൻഡ വൈറസ് എന്ന വിളിപ്പേരുള്ള ഒരു വൈറസാണിത്. അപകടകരമായ വാർത്ത എന്താണെന്ന് വെച്ചാൽ ആ കപ്പലിൽ 2 ഇന്ത്യക്കാരുണ്ട് എന്നുള്ളതാണ്. അത് വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഡച്ച് പോളാർ ട്രാവൽ കമ്പനിയുടെ വകയായിട്ടുള്ള MV ഹോണ്ടിയസ് എന്ന പേരുള്ള കപ്പലിലാണ് ഇത്രയും പേർ യാത്ര ചെയ്യുന്നത്. അതിൽ നിരവധി പേർക്ക് ഈ പറയുന്ന രോഗം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. അതായത് 23 രാജ്യങ്ങളിൽ നിന്നുള്ള സമുദ്ര പര്യവേഷണത്തിനുള്ള ഒരു ആഡംബര കപ്പലാണ് ഇത്. അതിലാണ് ഈ രോഗം പടർന്നിരിക്കുന്ന ആൾക്കാരുള്ളത്. UK, US, ജർമ്മനി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഡച്ചുകാരും അടക്കമുള്ളവർ ഈ കപ്പലിലുണ്ട്, ജർമ്മൻകാരുണ്ട്. അപ്പോൾ ഇതിൽ ജോലിക്കാരായിട്ട് ഫിലിപ്പൈൻസുകാരുണ്ട്, ഉക്രൈൻകാരുണ്ട്, 2 ഇന്ത്യക്കാരുമുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം എന്നുള്ളത്. അപ്പോൾ 149 യാത്രക്കാരുമായിട്ടുള്ള ഈ ആഡംബര പര്യവേഷണ കപ്പൽ യാത്ര തിരിച്ചതിന് പിന്നാലെ തന്നെ ഇതിൽ ചില ആൾക്കാർക്ക് രോഗങ്ങൾ കണ്ടെത്തുകയാണ്. രോഗങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ കാര്യം നമുക്ക് പരിശോധിക്കുന്നതിന് മുമ്പ് ഈ രോഗം എവിടുന്ന് വന്നു എന്നുള്ളതിനെ പറ്റി ഒന്നറിയണം. പക്ഷി നിരീക്ഷകരായ 2 യാത്രക്കാരിൽ നിന്നാണ് ഈ രോഗം പടർന്നത് എന്നാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്ന വിവരം എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷി നിരീക്ഷകരായ 2 പേർ ഈ പറയുന്ന ബേർഡ് ട്രോപ്പ്, അതായത് പക്ഷി കാഷ്ടങ്ങൾ എടുത്ത് നിരീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരിലേക്കാണ് ഈ രോഗം പടർന്നത് എന്നാണ് പ്രാഥമികമായി വിവരം കാണുന്നത്. പക്ഷേ ഇതിൽ പറയപ്പെടുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്രക്കിടയിൽ ഒരു യാത്രക്കാരന് ഏപ്രിൽ 11-ന് അസുഖം ബാധിക്കുന്നു. അയാൾ അന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് രോഗമെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇയാളുടെ ഒരു ഡച്ചുകാരനാണ്. ഇയാളുടെ ബോഡി ഏപ്രിൽ 24-ന് ഇയാളുടെ കുടുംബത്തിന് കൈമാറുകയാണ്. ഈ കപ്പലിൽ വെച്ച് മരണപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. സുഖമില്ലാതായി മരിച്ചു. പനിയുടെ ലക്ഷണങ്ങളൊക്കെയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ മൃതദേഹം കൈമാറി അതിന് ശേഷം കപ്പൽ യാത്ര തുടർന്നു. ഏപ്രിൽ 27-ന് ഈ മൃതദേഹം ഏറ്റുവാങ്ങിയ യാത്രക്കാരൻ്റെ ഭാര്യയ്ക്കും രോഗം വരുന്നു. അവർ 27-ാം തീയതി മരിക്കുന്നു എന്ന വിവരം ഈ കപ്പലിനെ അറിയിക്കുകയാണ്. ഇതോടുകൂടിയാണ് പരിഭ്രാന്തി ഉണ്ടാകുന്നത്. ഇതെങ്ങനെ പ്രശ്നമുണ്ടായി എന്നുള്ളത്. തൊട്ടടുത്ത ദിവസം തന്നെ കപ്പലിലെ മറ്റൊരു ജീവനക്കാരന് കൂടി രോഗം ബാധിക്കുന്നു. അയാളെ സൗത്ത് ആഫ്രിക്കയിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് തിരിച്ചറിയുന്നത് ഇയാൾക്ക് ഹാൻഡ വൈറസ് ആണ് ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത്. അയാൾ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. പക്ഷേ മെയ് 2-ന് മറ്റൊരു യാത്രക്കാരനും മരിക്കുന്നതോടുകൂടി പ്രശ്നം ഗുരുതരമാവുകയാണ്. WHO ഇടപെടുന്നു, ലോകാരോഗ്യ സംഘടന ഇടപെടുന്നു. കപ്പൽ കേപ്പ് വെർഡെയറിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അവിടെ നിർത്തിയിട്ടതിന് ശേഷം ഈ രോഗം ബാധിച്ചവരെയൊക്കെ പലരെയും അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് സ്പെയിനിലെ കാനറി ദ്വീപിലേക്ക് ഈ കപ്പൽ യാത്ര തിരിച്ചു. 3 രോഗികളെ ഇതിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മറ്റൊരു പ്രശ്നം ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത് യൂറോപ്പിൽ ഇതിൻ്റെ ഭീതി പടർന്നിരിക്കുകയാണ് എന്നുള്ളത്. കാരണം ഹാൻഡ വൈറസ് ബാധിതയായ ഒരു യാത്രക്കാരി 80 പേർ യാത്ര ചെയ്ത ഒരു വിമാനത്തിൽ യാത്രാ വിമാനത്തിൽ കയറി അവർ യാത്ര ചെയ്തിറങ്ങി. ഇവർക്ക് അതിന് ശേഷമാണ് രോഗം സ്ഥിരീകരിക്കുന്നത്, രോഗമുണ്ടെന്നറിയുന്നത്. ഇപ്പോൾ യൂറോപ്പിൽ ഈ 80 യാത്രക്കാരാരൊക്കെ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ട്രാവൽ ഹിസ്റ്ററി, അവരെങ്ങോട്ടാണ് പോയത്, ഏതൊക്കെയാണ് ഈ വ്യക്തികൾ എന്നെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള വമ്പൻ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രമേൽ ഭീതിതമാണ് ഈ പറയുന്ന ആർക്കൊക്കെ രോഗം പടർന്നിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ 149 പേർ യാത്ര ചെയ്യുന്ന കപ്പലിൽ 8 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് 149 പേർക്കും രോഗം സ്ഥിരീകരിക്കാത്തത്, ഇല്ലെങ്കിൽ അവർക്ക് രോഗം ബാധിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗം പടരുന്നതിന് ചില സാഹചര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ആ സാഹചര്യം ഇതാണ്. ഒന്നുകിൽ ഏറ്റവും അടുത്തിടപഴകുന്ന ആൾ, ഈ രോഗം ഉള്ള ആളുമായിട്ട് ഏറ്റവും അടുത്തിടപഴകുന്ന അയാളുടെ പങ്കാളി, ഇല്ലെങ്കിൽ ഒരേ ക്യാബിൻ പങ്കുവയ്ക്കുന്ന സഹയാത്രികൻ, ഇല്ലെങ്കിൽ ഒരേ ബെഡിൽ കിടന്നുറങ്ങുന്ന കൂടെ താമസിക്കുന്ന ആൾ,
അതുമല്ലെങ്കിൽ ഒരേ പുതപ്പ് അതുപോലുള്ള വസ്തുക്കൾ ഷെയർ ചെയ്യുന്നാൽ ഇങ്ങനെയുള്ളവർക്കാണ് ഈ പറയുന്ന ഈ രോഗം ഇല്ലെങ്കിൽ ഈ വൈറസ് ബാധിക്കുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹാൻഡ വൈറസ് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെയാണ്. നമുക്ക് കോവിഡ് വൈറസിൻ്റെ ഉറവിടം വവ്വാലുകളിൽ നിന്നാണ് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നല്ലോ. അതുപോലെ ഇത് മൃഗങ്ങളിൽ നിന്ന് വരുന്നതാണ്. കൂടിയ തോതിലും വരുന്നത് എന്ന് പറയുന്നത് എലികൾ, അതുപോലെ തന്നെ പെരിച്ചാഴി അതുപോലുള്ള ജീവികളിൽ നിന്നാണ്. ഇവയിൽ ഈ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ കൂടിയും ഇത് അവയെ ബാധിക്കാറില്ല എന്നാണ് പറയപ്പെടുന്നത്. വവ്വാലുകളിൽ ഈ പറയുന്ന നിപ്പ വൈറസൊക്കെ ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അവരെ ബാധിക്കാത്തത് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത്തരം ജീവികളിൽ ചെറിയ ഈ ജീവികളിൽ ഉണ്ടാവുന്ന ഈ വൈറസ് ഹാൻഡ വൈറസ് അവയെ ബാധിക്കാറില്ല. എന്നാൽ ഇവയുടെ കാഷ്ടത്തിലൂടെ ഈ രോഗം പടരാം. ഈ രോഗം പടരുന്നത് പൊടിപടലത്തിലൂടെയാണ് എന്നതുകൂടി വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. എലികളും ഇതുപോലുള്ള ജീവികൾ വിസർജിക്കുകയും മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് കിടന്നുണങ്ങിയിട്ട് ഈ രോഗാണുക്കൾ ഈ പൊടിയിൽ പറ്റിപ്പിടിക്കും. പൊടിയിൽ പറ്റിപ്പിടിച്ച് ഇത് ഉണങ്ങിയതിന് ശേഷം ഇത് കാറ്റത്ത് പകരും. നേരിട്ട് നമ്മൾക്ക് ഈ ജീവികളുമായിട്ടൊരു കോണ്ടാക്റ്റ് വേണ്ട. ജീവികളെ തൊടുകയോ സ്പർശനത്തിലൂടെയോ അവരുടെ വിസർജ്യത്തിൽ തൊടുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ പൊടിപടലത്തിലൂടെ ഈ പറയുന്ന രോഗാണുക്കൾ മറ്റുള്ളവരിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ, അതായത് ഇന്ത്യ, ഏഷ്യ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഈ രോഗം മനുഷ്യ ശരീരത്തിൻ്റെ വൃക്കകളെയാണ് ശരിക്കും ബാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയിൽ ഈ രോഗം ബാധിക്കാറുള്ളത് ശ്വാസകോശത്തെയാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി, തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരിക്കുക. 5 ദിവസം ഈ രോഗാവസ്ഥകളൊക്കെ നമുക്ക് കാണിക്കും. പക്ഷേ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളോ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും മരണത്തോട് അടുക്കുന്ന പോലെ ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ പെട്ടെന്ന് ഈ രോഗം അങ്ങ് മൂർച്ഛിച്ച് കഴിയുമ്പോഴത്തേക്കും ശരീരത്തിൻ്റെ വിവിധ ആന്തരിക അവയവങ്ങളെയൊക്കെ ഇത് ബാധിച്ചിരിക്കുക. കിഡ്നിയെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അനുബന്ധമായിട്ട് മറ്റവയവങ്ങളെയും ബാധിക്കുമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ശ്വാസകോശത്തിൽ നീര് വരിക, ശ്വാസതടസ്സമുണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഈ രോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകാമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ കോവിഡിൻ്റെ സമയത്തുണ്ടായതുപോലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ശ്വാസം മുട്ടലുണ്ടാകും, ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുള്ള ഗുരുതരമായ രോഗാവസ്ഥയുണ്ടാകും. അതിനേക്ക് അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ വാക്സിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ ഇതുവരെ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന് മരുന്നും ലഭ്യമായിട്ടില്ല. ഈ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മരുന്നുമില്ല എന്നുള്ളത് കൂടിയുണ്ട്. അതുപോലെ തന്നെ ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ കോവിഡിനെ പ്രതിരോധിച്ചതുപോലെ സപ്പോർട്ടീവ് സിസ്റ്റം, ഒരാളുടെ ജീവൻ നിലനിർത്താനും അതിനെ പ്രതിരോധിക്കാനും ആ രോഗത്തെ, ഇയാളുടെ ശരീരത്തേക്ക് കടന്നു വരുന്ന വൈറസിനെ ഇല്ലെങ്കിൽ രോഗബാധയെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് പനി വരുന്നു, അപ്പോൾ പനിക്ക് അനുബന്ധമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്വാസ തടസ്സമുണ്ടായാൽ ഓക്സിജൻ കൊടുക്കാൻ, അതുപോലെ തന്നെ നെഞ്ചിൽ ശ്വാസകോശത്തിൽ വെള്ളക്കെട്ടുണ്ടാവുകയാണെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള മരുന്ന് കൊടുക്കാൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ, ഈ വൈറസിനെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ 28 കേസുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് ആലോചിക്കണം. അത് 28 കേസ് റിപ്പോർട്ട് ചെയ്ത് ചെന്നൈയിലാണ്. വെയർഹൗസിൽ ജോലി ചെയ്യുന്നവർ, നമുക്കറിയാമല്ലോ ഈ ഗോഡൗണുകൾ, നമ്മുടെ FCIയുടെയൊക്കെ ഗോഡൗൺ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതുപോലത്തെയൊക്കെ വലിയ ഗോഡൗൺ, ഈ എലികളും പെരിച്ചാഴിയൊക്കെ ഉള്ള ഗോഡൗണിലാണ് ഇത്തരത്തിൽ രോഗം പറ്റാനുള്ള ഒരു സാധ്യതയുള്ളത്. പിന്നെ രണ്ടാമത് ഗോഡൗണിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ രോഗം വരാം. പിന്നെ കർഷകർ, അവർക്കും എലിയുമായിട്ട് അടുത്ത് ചിലപ്പോൾ ഇടപെടേണ്ടി വരുമല്ലോ. കാരണം അവരുടെ കളപ്പുരയിലോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ ഇല്ലെങ്കിൽ കൃഷിഭൂമിയിലോ ഒക്കെ ഇവയുടെ വിസർജ്യവും അതിൻ്റെ പൊടിപടലവും ഒക്കെ ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ ഈ ജീവികളെ, ഇത്തരം എരിച്ചാഴി, എലിയൊക്കെ പിടിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിലേക്കും ഈ രോഗം പടരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു പുതിയ വൈറസിൻ്റെ ഭീതി കൂടി ലോകത്തിന് പിടികൂടിയിട്ടുണ്ട്. അതിമാരകമായി അതിവ്യാപകമായി പടരില്ല എന്നുള്ള ഒരു ആശ്വാസമാണ് ഇതിനകത്തുള്ളത്. കോവിഡ് പോലെയൊക്കെ സംസാരിക്കുമ്പോൾ വായുവിലൂടെ ഒക്കെയുള്ള പടരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ പൊടിപടലത്തിലൂടെ ഇത് പടരാം എന്നുള്ളത് കൂടിയുണ്ട്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നത് അടുത്തിടപഴകുമ്പോൾ, ശാരീരിക ബന്ധം പുലർത്തുമ്പോൾ ഒക്കെയാണ് എന്നുള്ളത് കൂടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രോഗം ബാധിച്ച ആ കപ്പൽ, അതിൽ യാത്ര ചെയ്ത ആൾക്കാർ, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ പരിശോധിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും. 2 ഇന്ത്യക്കാർക്ക് രോഗം ബാധിച്ചു എന്ന് പറഞ്ഞല്ലോ, അവരുടെ ആരോഗ്യനില എന്താണ് എന്നുള്ളതിനെ പറ്റി ഇതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അവരുടെ ആരോഗ്യ സ്ഥിതി എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടും
ഇല്ലെങ്കിൽ അവരെ എവിടെയാണ്, ഏത് രീതിയിലാണ് ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ വിവരങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അതൊക്കെ വരും ദിവസങ്ങളിൽ വരുമെന്നുള്ളതേ ഉള്ളൂ. എന്തായാലും രാജ്യത്തിൻ്റെ ആരോഗ്യ മന്ത്രാലയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരം പ്രശ്നത്തിൽ വലിയ നിരീക്ഷണം നടത്തുന്നുണ്ട്, വിശകലനം നടത്തുന്നുണ്ട്. ലോക സംഘടനകളെല്ലാം തന്നെ ഇതിൽ വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇത് ഒരു മാരക വ്യാപനത്തിലേക്ക് പോകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഹാൻഡ വൈറസ് എന്ന പുതിയ വൈറസിൻ്റെ വാർത്ത, പുതിയ വൈറസ് അല്ല ഇത്, ഇപ്പോൾ അത് പടർന്ന വാർത്ത കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.